Dear students, ഇന്ന് നമുക്ക് DBMSന്റെ കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. DBMS എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പം ഇതിൽ RDBMS എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ്. ഇപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴാണ് അതിലെ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന രീതിയിലേക്ക് ആയത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റുഡൻസ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു സ്റ്റുഡൻസിൻ്റെ ടേബിൾ ഉണ്ടാവും. സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്പെസിഫൈ ചെയ്യുന്ന, ഇപ്പോൾ എക്സാമ്പിൾ നെയിം, ഒരു ID ഉണ്ടാവും, പിന്നെ ഗാർഡിയൻസ് നെയിം, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഉള്ള ഒരു ടേബിൾ. പിന്നെ മാർക്ക് എൻ്റർ ചെയ്യാനുള്ള വേറൊരു ടേബിൾ ഉണ്ടാവാം. മാർക്കിലും അതിലും സ്റ്റുഡൻസിൻ്റെ പേരുണ്ടാവും, ഡിഫറെൻറ്റ് മാർക്സ്. പിന്നെ അറ്റൻഡൻസ് കീപ്പ് ചെയ്യുന്ന വേറൊരു ടേബിൾ, അതിലും നെയിം, അറ്റൻഡൻസ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്. ഫീസ് ടേബിളിലും നെയിം ഉണ്ടാവാം, ഏത് ക്ലാസ്സാണ്, പിന്നെ അവരുടെ ഫീസ് എത്രയാണ്, ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടേബിൾസ് ഉണ്ടെങ്കിൽ എല്ലാ ടേബിളിലും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ പേര് ഉപയോഗിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു സ്റ്റുഡൻസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ID യൂസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റോൾ നമ്പർ എന്നുള്ളത് നിങ്ങൾ ഓരോ സ്റ്റുഡൻസിനെയും സ്പെസിഫൈ ചെയ്യാനും അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുമായിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ അജയ് എന്നുള്ള ഒരു കുട്ടിയുടെ റോൾ നമ്പർ 1 ആണെങ്കിൽ ആ ക്ലാസ്സിൽ വേറെ അജയ് ഉണ്ടാവാം, അവർക്ക് റോൾ നമ്പർ 2 3 അങ്ങനെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അജയ് ഈ കോളേജിൽ നിന്ന് TC വാങ്ങി പോവുകയാണെങ്കിൽ അവൻ്റെ ഈ ടേബിളുകളിലെല്ലാം അജയെ ഫൈൻഡ് ഔട്ട് ചെയ്ത് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ടേബിളുകൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയാണ് RDBMSൻ്റെ ഒരു ചിന്ത, അല്ലെങ്കിൽ RDBMS ഉണ്ടാവാനുള്ള കാരണം. ഇങ്ങനെ ഒരു ടേബിളിൻ്റെ ഒരു ബന്ധം ഉണ്ടാക്കി ആ ടേബിളുകളിൽ നിന്നെല്ലാം ഈ ഒരു സ്റ്റുഡൻസിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതിൽ ഡ്യൂപ്ലിക്കേഷൻസും ഒഴിവാക്കാൻ കഴിയും. അപ്പം നമ്മൾ പഠിക്കുന്ന ഈ MySQL എന്നുള്ള ഈ ഡാറ്റാബേസ് സിസ്റ്റം അത് ഒരു RDBMS ആണ്, റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റമാണ്. അപ്പം അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൽ വരുന്ന SQL ക്വറീസ്, ഇപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്വറി ലാംഗ്വേജ് ആണ് SQL. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജസ് എന്നാണ് നമ്മൾ ഇതിന് പറയാറുള്ളത്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് SQL കമാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് DDL കമാൻഡ്, DML കമാൻഡ്, DCL കമാൻഡ്, TCL കമാൻഡ്, അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൽ DDL കമാൻഡ്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജും ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജുമാണ് നമുക്ക് ആദ്യം ആയിട്ട് പരിചയപ്പെടാനുള്ളത്. അപ്പോൾ DDL കമാൻഡിൽ നമ്മൾ ഏതൊക്കെ കമാൻഡ്സുകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്? SQL കമാൻഡ്സിനെ നമുക്ക് DDL, DML, DCL, TCL, DQL ഇങ്ങനെ വേർതിരിക്കാവുന്നതാണ്. അപ്പോൾ DDL കമാൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്രിയേറ്റ്, ഡ്രോപ്പ്, ആൾട്ടർ, ട്രങ്കേറ്റ്, ഇങ്ങനെ ഉള്ള കമാൻഡ്സുകളാണുള്ളത്. അതായത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഈ ആ ടേബിൾസിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, അതിൻ്റെ സ്ട്രക്ചറോടുകൂടി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡ്രോപ്പ് കമാൻഡ് ഉപയോഗിക്കും. അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആൾട്ടർ കമാൻഡ് ഉപയോഗിക്കും. പിന്നെ ട്രങ്കേറ്റ് എന്നൊരു കമാൻഡും കൂടി ഉണ്ട്. ട്രങ്കേറ്റ് എന്നുള്ള കമാൻഡ് ഉദ്ദേശിക്കുന്നത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഡ്രോപ്പും ട്രങ്കേറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഡ്രോപ്പ് കമാൻഡ് പറയുന്നത് ഡിലീറ്റ് ടേബിൾ ഇൻ ദ ഡാറ്റാബേസ് തന്നെ ഡിലീറ്റ് ചെയ്യും.
ട്രങ്കേറ്റ് ചെയ്യുന്ന സമയത്ത് delete the data inside a table but not the table itself. ടേബിളിനെ നമുക്ക് ട്രങ്കേറ്റ് ചെയ്താൽ പിന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതും ആ ഇൻസേർട്ട് ചെയ്ത ഡാറ്റ റിട്രീവ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു MySQL സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആദ്യം അതിൽ ഡാറ്റാബേസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഡാറ്റാബേസ് CTS3 എന്നുള്ള ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഡാറ്റാബേസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായി യൂസ് CTS3 സെമിക്കോളൻ അടിച്ചു. ഇപ്പോൾ ഡാറ്റാബേസ് ചേഞ്ച് ആയി. ഇനിയാണ് നമ്മൾ ടേബിൾ ആ ഡാറ്റാബേസിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനൊരു സ്റ്റുഡൻസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻസ് എന്നുള്ളൊരു ടേബിൾ. അതിനുള്ളിൽ ഞാൻ ID എന്നുള്ള ഒരു ഫീൽഡ് എൻ്റർ ചെയ്യുന്നു. ID ആ സ്റ്റുഡൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ID. നമ്മൾ റോൾ നമ്പർ എന്ന് പറയുന്നത് അത് നമ്മൾ ഇൻറ്റിജർ എന്നുള്ള ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നു. ഇൻറ്റിജർ കോമ സ്റ്റുഡൻസ് നെയിം എന്നുള്ള ഒരു ഫീൽഡ് കൊടുക്കുന്നു. സ്റ്റുഡൻസ് അണ്ടർസ്കോർ നെയിം എന്നാണ് കൊടുത്തത്. സ്പേസ് അത് ക്യാരക്ടറാണ്. ഇപ്പോൾ വാർക്കാർ 15 സൈസ് കൊടുക്കുന്നു. കോമ ഗാർഡിയൻ നെയിം, ഗാർഡിയൻ അതും വാർക്കാർ ക്യാരക്ടറാണ്. അതിന് സൈസ് 20. ഇമെയിൽ ID ഇമെയിൽ എന്നുള്ളത് വാർക്കാറായിട്ട് തന്നെ കൊടുക്കാം. വാർക്കാർ 20 കോമ ഫോൺ നമ്പർ അത് ഇൻഡിജറോ വാർക്കാറോ നമുക്ക് കൊടുക്കാവുന്നതാണ്. വാർക്കാർ ഓഫ് 10 ഡിജിറ്റ് ഉള്ളിൽ കൊടുക്കാനായിട്ട്. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ആ ടേബിളിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഒരു സെമിക്കോളൻ ഇട്ടു. അപ്പോൾ ഈ ടേബിളിൽ ഞാൻ കുറച്ച് ചേഞ്ചസും കൂടി വരുത്താൻ ഉദ്ദേശിക്കുന്നു. അതിൽ ID ഇൻഡിജറിന് ഞാൻ കൊടുത്തതിൽ കൂടെ ഞാനൊരു പ്രൈമറി കീ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്പേസ് പ്രൈമറി കീ എന്ന് കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസിൻ്റെ ID വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാൻ പറ്റില്ല. അതിന് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഒരു അജയ് എന്നുള്ള പേരുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിൽ നിറയെ അജയ് എന്നുള്ള കുട്ടികളുണ്ടാവും. അപ്പം ആ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആ ID വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതിനാണ് നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്യുന്നത്. അതിൽ ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാനും മറ്റൊക്കെ ആയിട്ട്. അതിനെപ്പറ്റി വിശദമായി നമുക്ക് പിന്നെ നോക്കാം. ഇനി സ്റ്റുഡൻസ് നെയിം വാർക്കാർ 15 എന്ന് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റുഡൻസ് നെയിം നൾ വാല്യൂ ആവാൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് നോട്ട് നൾ എന്ന് സ്പെസിഫൈ ചെയ്യാം. നോട്ട് നൾ. അപ്പോൾ അത് നൾ വാല്യൂ അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാർഡിയൻസ് നെയിമും നമുക്ക് നോട്ട് നൾ എന്ന് സ്പെസിഫൈ ചെയ്യാം. നോട്ട് നൾ. ആ കോമയുടെ തൊട്ട് മുന്നിലായിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. വാർക്കാർ 15 അല്ലെങ്കിൽ വാർക്കാർ 20 എന്ന സൈസ് കഴിഞ്ഞ് സ്പേസ് ഇട്ട് നോട്ട് നൾ. അതിന് കഴിഞ്ഞ് ഇമെയിൽ ID വാർക്കാർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാർക്കാർ. അപ്പം അത് കഴിഞ്ഞ് ഫോൺ നമ്പറും നമുക്ക് വേണമെങ്കിൽ അത് ചിലപ്പോൾ ഫോൺ ഇല്ലാത്തവരുണ്ടാവാം. അപ്പോൾ നമ്മൾ നോട്ട് നൾ എന്ന് കൊടുക്കേണ്ടത്. ചിലർക്ക് ഫോൺ നമ്പർ ഇല്ലെങ്കിൽ ഫോൺ നമ്പർ എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മാൻഡറ്ററി ഫീൽഡ് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തായാലും നോട്ട് നൾ വാല്യൂ ആവാൻ പറ്റില്ല. അങ്ങനെയുള്ള ഫീൽഡുകളാണ്
നമ്മൾ ഈ നോട്ട് നൾ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അത് കഴിഞ്ഞും വേണമെങ്കിൽ നോട്ട് നൾ എന്ന് സ്പെസിഫൈ ചെയ്യാം. നോട്ട് നൾ. അപ്പോൾ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ടേബിളിൽ എന്തൊക്കെയാണ് ആവശ്യമായി വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഫീൽഡ് സെറ്റ് ചെയ്യുന്നതും ഡാറ്റ ടൈപ്പ് സെറ്റ് ചെയ്യുന്നതും. ഇപ്പോൾ ഡാറ്റ ടൈപ്പ് നമ്മൾ ആൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റിജർ ഏതിനൊക്കെയാണ് ഇൻറ്റിജർ ഉപയോഗിക്കുക, വാർക്കാർ ഏതിനൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ഒരു ടേബിളിൻ്റെ ഫീൽഡുകൾ നമ്മൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ അതിലൊരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതിൽ സ്റ്റുഡൻസ് എന്നുള്ള ടേബിൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നമ്മളിപ്പോൾ സ്റ്റുഡൻസ് ടേബിളിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം. ഇതിൽ ആൾറെഡി സ്റ്റുഡൻസ് എന്നുള്ള ടേബിൾ ഉണ്ട് എന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിന് സ്റ്റുഡൻസ് 1 എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. സ്റ്റുഡൻറ് 1 എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ ആ ടേബിൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്തു. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എന്നുള്ള ടേബിൾ ആൾറെഡി ഇതിലുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റുഡൻസ് ടേബിളിനെ മാറ്റിയിട്ട് സ്റ്റുഡൻറ് 1 എന്നായിരുന്നു ആക്കി മാറ്റി നമ്മുടെ ഈ ടേബിളിൻ്റെ പേര്. ഓക്കെ, ഇപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ആയി. ഇതിൻ്റെ സ്ട്രക്ചർ കാണണമെങ്കിൽ ഡിസ്ക്രൈബ് സ്റ്റുഡൻറ് 1 എന്നാണ് ഇപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ പേര്. സ്റ്റുഡൻറ് 1 സെമിക്കോളൻ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാം. നമ്മൾ അടിച്ച ഫീൽഡുകൾ ID, സ്റ്റുഡൻസ് നെയിം, ഗാർഡിയൻ, ഇമെയിൽ, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്. ഇനി അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ ഇൻറ്റിജർ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റിജറിന് സൈസ് കൊടുത്തിട്ടില്ല. ഡിഫോൾട്ടായിട്ട് അത് 11 സൈസാണ് ഇൻറ്റിജറിനുള്ളത്. നൾ വാല്യൂ നോ എന്നുള്ളത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ നൾ വാല്യൂ കൊടുത്തിട്ടില്ല, നോട്ട് നൾ എന്ന് കൊടുത്തിട്ടില്ല. എന്നിട്ടും അത് നോ വരാൻ കാരണം പ്രൈമറി കീ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് അത് ഒരിക്കലും നൾ വാല്യൂ വരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. സ്റ്റുഡൻസ് നെയിം നോട്ട് നൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നോ വന്നിട്ടുണ്ട്. ഗാർഡിയൻ വാക്കാർ നോട്ട് നൾ കൊടുത്തിട്ടുണ്ട്, അതും നോ വന്നിട്ടുണ്ട്. ഇമെയിൽ ID നമ്മൾ നോട്ട് നൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എസ് ഉണ്ട്. ഫോൺ നമ്പറും നോട്ട് നൾ കൊടുത്തിട്ടില്ല, എസ് ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് നോട്ട് നൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നോ. നൾ വാല്യൂ നോ എന്നുള്ളതാണ്. നൾ വാല്യൂ അക്സെപ്റ്റ് ചെയ്യില്ല. അതിലെന്തായാലും മാൻഡറ്ററി ഫീൽഡുകളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് നോട്ട് നൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാം. ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ് നമ്മുടെ എന്താണ് സ്റ്റുഡൻറ് 1 എന്നാണ് നമ്മുടെ ടേബിളിൻ്റെ പേര്. സ്റ്റുഡൻറ് 1 അല്ലേ. വാല്യൂസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ID 101 എന്ന് കൊടുത്തു, കോമ, സിംഗിൾ കോട്ട്സിൽ സ്റ്റുഡൻസ് നെയിം ആണ് അടുത്ത് കൊടുക്കേണ്ടത്. സിംഗിൾ കോട്ട്സിൽ കൊടുക്കണം, കാരണം ക്യാരക്ടറാണ്. കോമ, ഗാർഡിയൻസ് നെയിം അതും ക്യാരക്ടറാണ്, കുമാർ, കോമ, ഇമെയിൽ ഐ ഡി ക്യാരക്ടറാണ്, അപ്പം സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക, രമേഷ് @gmail.com, കോമ, ഫോൺ നമ്പർ ക്യാരക്ടറാണ്, 10 ക്യാരക്ടർ വരെ കൊടുക്കാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കോമയിട്ട് ഡേറ്റ് ഓഫ് ബർത്തും സിംഗിൾ കോട്ട്സിൽ കൊടുക്കണം. YYYMMDD ആ ഫോമാറ്റാണ് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അത് ആദ്യം ഇയർ കൊടുക്കണം, പിന്നെ മന്ത്, പിന്നെ ഡേറ്റ്. സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. ഇതാണ് ഇൻസേർട്ട് ചെയ്യാനുള്ള ക്വറി. ഇൻസേർട്ട് ഇൻടു സ്റ്റുഡൻറ് 1
അതിലേക്ക് വാല്യൂസ്, ഇൻറ്റിജർ വാല്യൂ ഐ ഡി കൊടുത്തു. ഐ ഡി എന്നുള്ളത് ഇൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റിജർ വാല്യൂ, പിന്നെ സ്റ്റുഡൻസ് നെയിം, ഗാർഡിയൻസ് നെയിം, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു. ഇപ്പോൾ കുറേ ഇൻസേർട്ടായി അല്ലേ? അപ്പം ഇത് വന്നിട്ടുണ്ടോ എന്നറിയാൻ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡൻറ് 1 സെമിക്കോളൻ അടിച്ച് നോക്കാം. എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത വാല്യൂസ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയും അതിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ 101 കൊടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, പ്രൈമറിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണ, പാരൻസ് നെയിം, സിംഗിൾ കോഡ്സ്, കൃഷ്ണ, ഫോൺ നമ്പർ, 10 ഡിജിറ്റിന്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റുള്ളൂ, എറർ വരും. ഡേറ്റ് ഓഫ് ബർത്ത് YYYMMDD ആ ഫോമാറ്റിൽ തന്നെ കൊടുക്കണം. സിംഗിൾ കോഡ്സ് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ്, സെമിക്കോളൻ. എൻ്റർ ചെയ്യുമ്പോൾ ഒരു എറർ മെസ്സേജ്, ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി 1014 പ്രൈമറിക്ക് ആയതുകൊണ്ട് 101 വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള എറർ മെസ്സേജാണ് വന്നത്. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്ത് 102 എന്ന് എൻ്റർ ചെയ്തു. എന്നിട്ട് എൻ്റർ ചെയ്തപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈമറിക്ക് ആയതുകൊണ്ട് വീണ്ടും അതിലേക്ക് സെയിം ഐ ഡിയിൽ ഇൻസേർഷൻ പോസിബിൾ അല്ല എന്നതാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാതെ DDMMYY അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. ഇപ്പോൾ DDMMYY 2002 എന്ന് കൊടുത്താൽ അതും എറർ മെസ്സേജ് വരും. ഇൻകറക്റ്റ് ഡാറ്റ വാല്യൂ, ഇത് കറക്റ്റ് ഫോമാറ്റ് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ഫോമാറ്റിൽ ഇയർ YYY-MM-DD എന്നുള്ള ഫോമാറ്റിൽ കൊടുക്കുന്നത്. YYY-MM-DD ഇതാണ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഫോമാറ്റ്. ഓക്കെ, അപ്പം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇനിയും വാല്യൂസ് ഇൻസേർഷൻ ചെയ്യണമെങ്കിൽ 103 GG ഹരി GG. ഇത് 10 ഡിജിറ്റിൽ കൂടുതലായാൽ അതും എറർ വരും. നമുക്ക് 10 ഡിജിറ്റ് സ്റ്റോറേജ് സ്പേസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 10 ഡിജിറ്റിനുള്ളിൽ നമുക്ക് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാം. ഇത് ചേഞ്ച് ചെയ്ത് ഇയർ, മന്ത്, ഡേറ്റ് എന്നുള്ള ഫോമാറ്റിൽ കൊടുത്ത് ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻസ് കറക്റ്റ് അല്ലേ ഒന്ന് ചെക്ക് ചെയ്യാം. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻസ് 1 വാല്യൂസ് 103 നെയിം കൊടുത്തു, ഗാർഡിയൻസ് നെയിം, മെയിൽ ഐ ഡി, ജിമെയിൽ മെയിൽ ഐ ഡി കൊടുത്തു, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ ഫീൽഡും വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇൻസേർഷൻ നടന്നു. ഇനി ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡൻറ് 1 സെമിക്കോളൻ. എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത 3 ഫീൽഡുകൾ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ടേബിളിലേക്ക് വാല്യൂ
ഇൻസേർട്ട് ചെയ്യുന്നതും അത് എങ്ങനെ നമുക്ക് വ്യൂ ചെയ്യാം എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർന്നുള്ള കമാൻഡ്സ് നമുക്ക് പരിചയപ്പെടാം.